ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 20,000 താഴെ ഉള്ള നല്ല ഫോണുകൾ, ഇതൊരു വലിയ ഡിബേറ്റാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നല്ല ഫോണൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കഴിഞ്ഞ വർഷം, അതായത് 2025 നമുക്ക് 2 ഗംഭീര ഫോണുകളുണ്ടായിരുന്നു 19,000 രൂപയ്ക്ക്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന് CMFൻ്റെ ഫോൺ 2 Pro, പ്ലാസ്റ്റിക് ബോഡിയാണ്, എന്നാൽ ഗംഭീര സോഫ്റ്റ്വെയറും നമുക്ക് ടെലിഫോട്ടോൻ്റെ ഒരു സെൻസർ അതിൽ വരുന്നുണ്ടായിരുന്നു. വളരെ നല്ല വളരെ നല്ല ഫോണായിരുന്നു. അതിൽ ഈ ടെലിഫോട്ടോയിൽ OIS ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നമുക്ക് ടെലിഫോട്ടോ വെച്ച് വന്നിരുന്ന ഒരു ഫോണായിരുന്നു അത്. ഇപ്പം അത് ഇല്ല, അതിന് റീസ്റ്റോക്കും ആവാൻ പോണില്ല, കഴിഞ്ഞ് നിർത്തി കഥം. മറ്റൊരു ഫോൺ, ഇപ്പോഴും ആ ഫോണുണ്ട്, പക്ഷേ അതിന് വില കൂടി. 22,000 രൂപയായ ഫോണിൻ്റെ വില ഓപ്പോയുടെ K13. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഒരു ഫോൺ ആ വിലയ്ക്കും അത്യാവശ്യം നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു 20,000 ഫോൺ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2,000 ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഫോൺ മേടിക്കാം. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്? എനിക്കൊരു പെങ്കൊച്ച് ഇതേപോലൊരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ സാംസങ്ങിൻ്റെ F36 വേണോ അതോ A17 വേണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പോ K13 മേടിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞ് ചേട്ടാ അത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പൈസ നോക്കണ്ട, ഞാൻ പറ്റുമെങ്കിൽ ഒരു 1,000 2,000 ഞാൻ അയച്ചു തരാം, ആ ഫോൺ എടുത്തോ എന്ന് പറഞ്ഞ്. അപ്പം ആ പെങ്കൊച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ ഇത് EMIയിലാണ് എടുക്കാൻ നിൽക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് EMI കിട്ടത്തുള്ളൂ ഓൺലൈനിൽ. അപ്പം ഓഫ്ലൈനിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്, ചേട്ടാ ഇതിൽ നിന്നൊരു നല്ല ഫോൺ പറഞ്ഞതാ എന്ന് പറഞ്ഞ്. ആ F36 ഞാൻ പറഞ്ഞില്ലേ, ഞാനപ്പം വളരെ ധർമ്മസങ്കടത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച്, ആ ഒരു 20,000 താഴെ ഓഫ്ലൈൻ മാർക്കറ്റിൽ പറയുന്ന ഫോണുകൾ എന്നൊക്കെ അറിയോ? റിയൽമി 15X ചവർ ഫോൺ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സാധനം അതാണ് ഒന്നത്. പിന്നെ ഈ പറയുന്ന സാംസങ്ങിൻ്റെ കുറേ ഉണ്ട്, A07, A06s എന്നൊക്കെ പറഞ്ഞ കുറേ കൊണയുണ്ട്. ഈ A17 കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ F36 ആണ് ആ ഫോണിനെ കാട്ടിലും ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിൽ തോന്നിയ 2 ഫോൺ ഞാൻ വാങ്ങിച്ചു 20,000 താഴെ. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പം മറ്റേ ചവർ ഫോൺസ് കണ്ടിന്യൂസ് ഒരു Redmi 15 എന്നൊരു ഫോണുണ്ട്, എടുക്കരുത്. 6S Gen 3ൻ്റെ ചിപ്സെറ്റും LCD ഡിസ്പ്ലേ ആണ്, 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെയാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ പണി. Redmi 15, Redmi 13 ഉണ്ട്, ശോകമാണ്. പിന്നെ ഓപ്പോരെ ഏതൊക്കെയോ ഫോണുണ്ട്, വിവോരെയും കുറേ ഫോണുകളുണ്ട്. ഇതൊക്കെയാണ് 20,000 താഴെ ഓഫ്ലൈൻ മാർക്കറ്റിലുള്ളത്. ഇതേന്നും കഷ്ടമാണ് 30,000 താഴെയും ഈ ഓഫ്ലൈൻ മാർക്കറ്റിൽ വിൽക്കണ ഫോണ്. എനിക്കൊന്നും പറയാനില്ല ഇതിനൊന്നും പറ്റി. ബിക്കോസ് ഞാൻ പറയാം, ആ പെങ്കൊച്ചിൻ്റെ കഷ്ടം എനിക്ക് മനസ്സിലാവും. ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയാണ് ആ ഫോൺ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ EMIയിലാണ് എടുക്കാൻ നിൽക്കുന്നത്, അവർ കടയിൽ പോയേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മേജർ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. നല്ല ഫോണുകൾ ഉണ്ടായിരുന്നു ആ പ്രൈസ് റേഞ്ചിൽ. നമുക്ക് ഐക്യൂൻ്റെയൊക്കെ ഗംഭീര ഫോണുകൾ 20,000-25,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അതെല്ലാം പോയി. പണ്ട് ഇറങ്ങിയ OnePlusൻ്റെ ലൈറ്റ് ഫോണുകളുണ്ട്, അതായത് Nord CE5 ലൈറ്റ്, Nord CE4 ലൈറ്റ്, നല്ല ഫോണുകളായിരുന്നു, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം അതുമില്ല. ആകെ എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ട് ഇത് കുഴപ്പമില്ല എന്ന് തോന്നിയ 2 ഫോണുകളെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. ഒന്ന് മോട്ടോറോളയുടെ G86. ഇത് നമ്മുടെ നാട്ടിൽ G86 പവർ എന്ന് പറയുന്നൊരു ഫോണാണ്. നമ്മൾ ദുബൈയിൽ ഇത് G86ഉം ഇത് സാംസങ്ങിൻ്റെ F36 ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. Good morning, ladies and gentlemen. Welcome to your favorite. അപ്പോൾ ഈ 2 ഫോണും കിടിലോ എന്നൊന്നും അല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2 ഫോണിലും പ്രശ്നങ്ങളുണ്ട്. ഈ 2 ഫോണുകളും പെർഫെക്റ്റ് അല്ല. എന്നാൽ എനിക്ക് തമ്മിൽ ഭേദം എന്ന് തോന്നിയത് ഈ ഫോണാണ്. ഏത്? മോട്ടോറോളയുടെ G86. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ കുറേ റീസൺസ് ഉണ്ട്. ഈ ഫോണിനെ പറ്റി നമുക്ക് ആദ്യം പറയാം, അല്ലെങ്കിൽ ഡിസൈനെ പറ്റി പറയാം.
2 ഫോണിലും ലെതർ ഫിനിഷാണ് ബാക്കിൽ പറഞ്ഞത്. ഇത് റെഡ് കളറിൽ എന്തോ ഒരു ലെതർ പോലത്തെ ഏറ്റവും ലോ ക്വാളിറ്റി ലെതർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാണെങ്കിലും 2 ഫോണും ലെതർ ഫിനിഷായിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡി 2ലും ഒരു കാര്യവുമില്ല. ഓക്കെ, മണ്ടയിൽ IR ബ്ലാസ്റ്ററും തേങ്ങയൊന്നുമില്ല. ഒരു മൈക്കുണ്ട്, താഴെ നമുക്കൊരു സ്പീക്കറിൻ്റെ സാധനവും പിന്നെ ടൈപ്പ് സീര ചാർജിങ്ങും ഈ സിം കുത്തി കളക്കുന്ന സാധനത്തിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ ഫോണാണ്. ഏതൊരു സിം കുത്തി ഇളകുന്ന സാധനം പോലത്തെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ. ഇത് വെച്ചിട്ട് ഇത് കുത്താൻ പറ്റൂല. സാംസങ്ങിൻ്റേതായ പിൻ യൂസ് ചെയ്താലേ ഇതളവുള്ളൂ. നല്ല ഗംഭീര പ്രത്യേകതയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിമ്മും ഒരു ഹൈബ്രിഡ് സിം കാർഡാണ് വരുന്നത്. നമുക്ക് മെമ്മറി കാർഡ് ഇടാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഇതേ ഐറ്റം തന്നെയാണ് നമുക്ക് ഈ ഫോണിലും. നമുക്ക് ഇവിടെയും ഒരു ഹൈബ്രിഡ് സിമ്മാണ് വരുന്നത്, സിം ട്രേ. ഇവിടെയും നമുക്കൊരു മെമ്മറി കാർഡും ഒരു സിമ്മും ഇടാം. ഓക്കെ, ഇതിൽ 2ലും ഈ സിം സപ്പോർട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ദുബായിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഈ 2 ഫോണിലും NFC സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നാട്ടിൽ കാണൂല. നാട്ടിൽ നമ്മൾ UPI കൾച്ചറാണ്. നമുക്കിവിടെ ടാപ്പ് ആൻഡ് ഗോ ആണ്. അതുകൊണ്ട് അതെന്തായാലും ഇവിടെ NFC ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഈ ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാമേ. ഈ ഡിസ്പ്ലേ കണ്ടല്ലോ അല്ലേ, മനോഹരമായ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ, POLED ഡിസ്പ്ലേ ആണ് വരുന്നത്, പ്ലാസ്റ്റിക് OLED. വളരെ സ്ലിമ്മും അത്യാവശ്യം ഓക്കെ. താഴെയൊക്കെ നോക്കുക, അത്യാവശ്യം. ഇനി സാംസങ്ങിൻ്റെ കാണിച്ചു തരാവേ. ഇതും AMOLED പാനലാണ് കേട്ടോ. ഈ താഴെ എന്തിൻ്റെ ഇത്രയും വലിയ താടി കൊടുത്തേക്കുന്നത്? പിന്നെ മോളിൽ നോച്ചുമാണ്. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള മറ്റേ പഞ്ച് ഹോളാണ് വരുന്നത് ഇതിൻ്റെ മോളിൽ. എന്നാൽ ഇതിൻ്റെ ചിഹ്ന് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ്. ഈ ഫോണും ഗംഭീര ഡിസ്പ്ലേ, HDR10+ൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ഈ ഫോണിൽ. ഇവിടെ വരുമ്പം ഇതിലും നമുക്ക് HDR10+, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന ബെറ്റർ ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഫോണാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു പഴഞ്ചൻ ഫീലാണ് നമുക്ക് തരുന്നത്. മറ്റേ ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേയും ഇതും ഒരു സുഖമില്ല ഇല്ലേ? എനിക്ക് സുഖമായിട്ട് തോന്നിയില്ല. എന്തിനാലും ഈ ഡിസ്പ്ലേയുടെ കേസിൽ അണ്ണൻ ജയിച്ച്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഇതിൽ സ്റ്റീരിയോ സ്പീക്കറുണ്ട്, ഇതിൽ മോണോ സ്പീക്കറാണ്. ഈ താഴെ ഒരു പൊത്ത ഇരിക്കുന്നുണ്ട്. ആ പൊത്തേ കൂടെ മാത്രമേ സ്പീക്കറിൽ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ. ഇതിൽ ഈ പൊത്തയിൽ നിന്നും വരും, മോളിൽ നിന്നും വരും. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള വേണമെങ്കിൽ ഞാനൊന്ന് ക്യാപ്പിച്ച് തരാം. അതിൽ പറയാനൊന്നുമില്ല. അയ്യോ പാട്ടല്ല, നോ കോപ്പിറൈറ്റ് മ്യൂസിക്. അയ്യോ മോളിൽ നിന്ന് കേൾക്കണുണ്ടല്ലോ. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇതിവിടെ ഡിസ്പ്ലേ പോലെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടില്ല സാംസങ്. അത് അത്യാവശ്യം ഫാസ്റ്റാണ് കേട്ടോ. കയറും, ജില്ലെന്ന് കയറും. പക്ഷേ ആക്സിഡൻ്റൽ ടച്ചസ് ഒരുപാട് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് ഭയങ്കര മോശം ഫോണൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നല്ല ഫോണൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് ഇതേപോലത്തെ കുറേ ചെറ്റ പരിപാടികളുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ലൗഡാണ്, അടച്ചു കഴിഞ്ഞാൽ തീർന്നു. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഡിസ്പ്ലേയും കഴിഞ്ഞ്, ഇപ്പോൾ ഡിസ്പ്ലേ അണ്ണൻ ജയിച്ച്, ഒന്നും പറയാനില്ല. സൂപ്പർ, അത്യാവശ്യം കിട്ടുന്ന ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ PW ഡിമ്മിങ്ങൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അതൊന്നും കാണാനുള്ള യാതൊരു ചാൻസും ഇതിൻ്റെ അകത്ത് വരാനില്ല. ബിക്കോസ് ഈ വില കുറഞ്ഞ ഫോണിലൊന്നും അവരതൊന്നും തരില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഉണ്ട്. IP റേറ്റിംഗ് ഉണ്ട് ഈ ഫോണിൽ. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് ഡ്രോപ്പ് എന്തോ റെസിസ്റ്റൻ്റ് എന്നൊരു സാധനമുള്ളൂ. ഇതിൽ IP റേറ്റിംഗ് ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ. ഇല്ല, ഐ പ്രൊട്ടക്ഷൻ പരിപാടി ഒന്നുമില്ല. ഐ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ആകെ നൈറ്റ് ലൈറ്റും ഫ്ലിക്കർ പ്രൊട്ടക്ഷനാണ് കേട്ടോ. ഓക്കെ. ഇത് മാത്രമാണ് പറഞ്ഞത്, ഫ്ലിക്കറിങ് പ്രൊട്ടക്ഷനും നൈറ്റ് ലൈറ്റും. ഇനി ചിപ്സെറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് 6 GB ഇതിൻ്റെ അകത്ത് 8 GB ആണ്. അപ്പോൾ തന്നെ അണ്ണൻ ജയിച്ച് ഏറെക്കുറെ. LPDDR4Xൻ്റെ റാം, LPDDR4Xൻ്റെ റാം, UFS സ്റ്റോറേജ് 2.2, UFS സ്റ്റോറേജ് 2.2.
ഇതിൽ 6GB ഉള്ളൂ. എന്നാൽ പോലും ഇതിൽ സർക്കിൾ ടു സെർച്ച് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സർക്കിൾ ടു സെർച്ചും ഉണ്ട്, ജെമിനി കണക്ഷനും ഉണ്ട്. മനസ്സിലായോ? ജെമിനി പരിപാടികളൊക്കെ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് നടന്നു പോകും. ഇതിൻ്റെ അകത്ത് ജെമിനി ആണെങ്കിൽ അത്ര സംഭവമായിട്ട് നടക്കില്ല. പക്ഷേ സർക്കിൾ ടു സെർച്ച് ഇതിൻ്റെ അകത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ താഴെ നിൽക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വട്ടത്തിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ആ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിപ്സെറ്റ് എക്റ്റിനോസിൻ്റെ 1380യും ഇതിൻ്റെ അകത്ത് ഡിമെൻസിറ്റിയുടെ 7300 ആണ് ഇരിക്കുന്നത്. 7300 4 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലാണ് ഉണ്ടാക്കുന്നത്. ഇത് 5 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞാൽ റെഡ്മി 50 എന്ന് പറഞ്ഞൊരു ഫോണല്ലേ 20,000-നുള്ള, അതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അത് 6 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ ഫോൺ ഇതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എക്സിനോസിൻ്റെ പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്, ഹീറ്റിംഗ്. എസ്പെഷ്യലി നിങ്ങൾ BGMI ഇതിൻ്റെ അകത്ത് സ്മൂത്ത് 60 FPS നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ ഹീറ്റിംഗ് ജസ്റ്റ് TDM കളിക്കുമ്പോൾ തന്നെ ഫോൺ ചൂടാവും, നല്ല രീതി ചൂടാവും. ഇവിടെ വരുമ്പം അത്യാവശ്യം ചൂടാവുന്നില്ല. കുറച്ചും കൂടെ ചിപ്സെറ്റ് കേപ്പബിളാണ്, കുറച്ചും കൂടെ ബെറ്ററാണ്. ഏകദേശം 9 lakhിൻ്റെ AnTuTu സ്കോർ നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. ഇതിൻ്റെ അകത്ത് ഇത്ര 6 ലക്ഷത്തിൻ്റെ AnTuTu സ്കോറാണ് വരുന്നത് ഈ സാംസങ്ങിൻ്റെ ഫോണിൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം CPU ത്രോട്ടിലിംഗ് ആയിട്ടുള്ള പരിപാടിയില്ല. കുറച്ചും കൂടെ സ്റ്റേബിളാണ് നമ്മൾ ഗെയിം കളിക്കുന്ന സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ. സോ ലൈക്ക് ഐ സെഡ്, ഒരു പെർഫോമൻസ് എന്നുള്ള രീതി നോക്കുമ്പം മോട്ടോറോള ഈസ് ദ ഗുഡ് ഓപ്ഷൻ. ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഈ വരുന്ന അപ്ഡേറ്റിൽ കൂടെ ഗ്രീൻ ലൈൻ വരുമോ പുകഞ്ഞു പോകുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവർ തരണുണ്ട് 6+6. ഇതിലാകെ ഇപ്പോൾ Android 16-ലാണ്. ഇനി ഒരു അപ്ഡേറ്റ് വരില്ല. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇതിൻ്റെ അകത്ത് ഇനി വരില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റിലാണ് ഈ സാധനം ഓടുന്നത്. Android 16-ൽ ഇനി ഒരു അപ്ഡേറ്റ് വരില്ല. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് മോട്ടോറോള നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരത്തില്ല, പക്ഷേ ഫോൺ സെക്യൂർ ആയിരിക്കും. അതായത് മാൽവെയറിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നൊക്കെ മറ്റേ ഇത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോൺ ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന്. അണ്ണൻ മോശമാണെന്നല്ല, അണ്ണനിൽ ഒരു അത്യാവശ്യം മറ്റേ നൗബാറൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മറ്റേ ഇതിലൊക്കെ വരണ നൗബാർ ഒക്കെ വരണുണ്ട്. പിന്നെ ഇതിനകത്ത് ഗുഡ് ലോക്ക് ആപ്പൊന്നും വർക്ക് ചെയ്യൂല. അതങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട്. ആ ക്യാമറ അസിസ്റ്റൻറ്റ് ഫോളോ ചെയ്യൂല. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ പറ്റൂല, ബിക്കോസ് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് 1UI 8.5 ആണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് സോഫ്റ്റ്വെയറിൻ്റെ രീതിയിൽ കുറച്ചും കൂടെ സ്മൂത്തും സ്നാപ്പിയൊക്കെയാണ്. എനിക്ക് ആ ഒരു ഇത് ചെയ്യണ സമയത്തുണ്ടല്ലോ, ഈ ഫോൺ ഒരു ദിവസം എടുക്കും ഒന്ന് സ്മൂത്ത് ആവാനായിട്ട്. അതുവരെ നിങ്ങൾ ആപ്പ് തുറക്കുമ്പോഴൊന്നും അത്ര സ്മൂത്ത് ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തവും ഉണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ആ ഒരു പിടുത്തം കണ്ട, ആ പിടുത്തം ജീവിതകാലത്ത് മൊത്തം കാണും കേട്ടോ. ക്യാമറ ആപ്പൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് ആ ഒരു പിടുത്തവും ഇതിലെടുക്കുന്ന ലോഡിങ് ടൈമും അതൊക്കെ UFS സ്റ്റോറേജ് 2.2 ആയതുകൊണ്ടാണ് ലോഡിങ് ടൈമൊക്കെ ഒരുപാട് ലേറ്റാവണത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഈ 2 ഫോണും ഏറെക്കുറെ സെയിം തന്നെ. പെർഫോമൻസിൻ്റെ രീതിയിൽ ഇതിനൊരു എഡ്ജുണ്ട് വെൻ ഇറ്റ് കംസ് ടു ഗെയിമിങ് ഓൾസോ. ഗെയിമിങ് നമ്മൾ BGMI സ്മൂത്ത് 60 FPS, വല്ലാത്ത പക്ഷേ 40 FPS-ലാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്, ബാലൻസിലും HDയിലൊക്കെ. അപ്പം ഗെയിം കളിക്കാനാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസിൻ്റെ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ കൊള്ളാം. ഇനി ബാറ്ററി പറ്റി പറയാനാണെങ്കിൽ ഈ ഫോണിൽ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ വെർഷനിൽ 5200 mAh ആണ് പറയുന്നത്. ഇതിൽ 5000 mAh ആണ് വരുന്നത്. ഇത് നമ്മളെ നാട്ടിൽ 6000 എത്ര mAh ബാറ്ററിയാണ് നമ്മളെ നാട്ടിൽ ഈ പറയുന്ന 86 പവർ എന്ന് പറയുന്ന ഫോണിൽ വരുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫും ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കേസ് ഞാൻ പറയാൻ പറ്റും. ഇതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും ഇതിൻ്റെ അകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7A പ്രൊട്ടക്ഷനുമാണ് തരുന്നത്. ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തിനാണെങ്കിൽ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Wi-Fi 6 ഇതിനും Wi-Fi 6, ബ്ലൂടൂത്ത് 5.4, ബ്ലൂടൂത്ത് 5.3. ഓക്കെ, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞ് ഇനി എന്തിനാ ഉള്ളത്? ക്യാമറ. ഇതിനെയൊക്കെ ക്യാമറയെ പറ്റി എന്തായാലും പറയാം. വന്ന സ്ഥിതിയൊക്കെ അണ്ണൻ്റെ കയ്യിൽ ഒരു 50 MP ഒരു കിടിലൻ ക്യാമറ ഉണ്ട്. സോണിയുടെ ലൈറ്റ് 618 619 എന്തോ OIS ഒക്കെ വരണം. ഇതിൻ്റെ അകത്ത് ഒരു 50 MP ഒരു ക്യാമറ ഉണ്ട് OIS ഉള്ള.
ഇതിൻ്റെ അകത്തൊരു 8 മെഗാ പിക്സലിൻ്റെ സെൻസറുണ്ട്. അതിൻ്റെ അകത്ത് ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്രോ ഫോട്ടോസ് നിങ്ങൾക്ക് ആ അൾട്രാ വൈഡ് ഇട്ട് നിങ്ങൾക്ക് എടുക്കാം. ഈ 8 മെഗാ പിക്സൽ വെച്ചിട്ട് നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടുണ്ട്. അതെന്താണെന്ന് ഒരു ഇതില്ല. യൂഷ്വലി 8 മെഗാ പിക്സലിൻ്റെ സെൻസറിൽ 4K വീഡിയോ റെക്കോർഡിംഗ് വരാറില്ല. ബട്ട് ഇതിൽ ഐ തിങ്ക് ദേ ഹാവ് യൂസ്ഡ് എ ബെറ്റർ സെൻസർ. മേ ബി ദാറ്റ്സ് വൈ 4K വീഡിയോ റെക്കോർഡിംഗ് പ്ലസ് ഓട്ടോ ഫോക്കസ് വരുന്ന ഒരു ബെറ്റർ അൾട്രാ വൈഡാണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഇതിൻ്റെ മെയിൻ ഫോട്ടോ വെച്ച് എടുക്കുന്നതൊക്കെ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച പോലെയാണ്. എനിക്കൊരു ഭയങ്കര വാം ടോണായിട്ടാണ് എനിക്കിതിൻ്റെ ഒരു പരിപാടി ഫീൽ ചെയ്തത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഭയങ്കര ഒരു മഞ്ഞയായിട്ടിരിക്കും. എന്നാൽ ഇതിൽ വരുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചും കൂടെ വൈറ്റ് ബാലൻസ് ബെറ്ററാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് വൈറ്റ് ബാലൻസ് ഓവർലി ഭയങ്കര വിയേർഡാണ്. അതായത് ഒരു ഫോട്ടോ നമ്മൾ ഈ ഫോട്ടോയൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാണ് മൊത്തം ഒരുമാതിരി ഒരു ഹാലോ എഫക്റ്റും നമ്മുടെ മുഖം ഒരുമാതിരി വെളുത്ത് ചുമന്ന് തുടുത്ത് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ആ സെയിം ഫോട്ടോ നമുക്ക് കുറച്ചും കൂടെ ഒരു ന്യൂട്രലായിട്ടുള്ളൊരു വൈറ്റ് ബാലൻസും ഞാൻ വല്ല അങ്ങനത്തെ ഒരു ഹാലോ എഫക്റ്റ് ഒന്നും വരുത്താത്തതാണ് സാംസങ്. പക്ഷേ സാംസങ്ങിൻ്റെ പ്രശ്നം ഫോട്ടോ നമ്മൾ സൂമിൻ ചെയ്യുമ്പം ഒരു ഷാർപ്നെസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ പോലും എനിക്ക് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇതിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഇതിൻ്റെ അകത്തും 4K വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നുണ്ട്. നമസ്കാരം. ഈ കാണുന്നത് നമ്മുടെ സാംസങ് F36ൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ 4K 30 FPS. അതെ, 4K വീഡിയോ നമുക്ക് സാംസങ്ങിൻ്റെ ഇത് വെച്ച് എടുക്കാൻ പറ്റും. 12 മെഗാ പിക്സൽ എന്തോ ആണ് ക്യാമറ വരുന്നത് ഫ്രണ്ടിൽ. അത്യാവശ്യം ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. നിന്നപ്പോൾ ബാക്കിലോട്ട് ഫാന്റാസ്റ്റിക്. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിലൊക്കെ വെച്ച് ഇങ്ങനെ എടുക്കാം ഗൈസ്. നിങ്ങൾക്ക് ലോകം കാണിക്കാം. ഇതേപോലെ നിപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ സൂമിനൊക്കെ ചെയ്യാം. സൂമിൻ 4x 10x വരെയൊക്കെ ഉണ്ട്. അയ്യവാ, ദാറ്റ്സ് പ്രിറ്റി നൈസ്. ഇനി കാണാൻ പോകുന്നത് മോട്ടോറോള G86ൻ്റെ ഫ്രണ്ട് ക്യാമറ 4K 30 FPSൻ്റെ വീഡിയോ ആണ്. ഇതിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്തോണെന്നോടാ ഉള്ളത്. ആണെന്തോ ആണ്, അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റിലിടാം ആണോ അല്ലേ എന്ന്. എന്താണെങ്കിലും ഇതാണ് 4K 30 FPSൻ്റെ ഒരു ക്ലാരിറ്റി ഓൺ ഫ്രണ്ട് ക്യാമറ. നമുക്കിതിൽ നിപ്പിൽ ബാക്കിലോട്ട് ക്യാമറ മാറ്റാൻ പറ്റാത്ത പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഫോട്ടോയും പോസും ചെയ്യാം. ബട്ട് ഇതാണ് ഫ്രണ്ട് ക്യാമറ 4K 30 FPSൻ്റെ ക്ലാരിറ്റി ഓൺ മോട്ടോറോള G86. അതേപോലെ ഓട്ടോ ഫോക്കസ് അൾട്രാ വൈഡിലുള്ളത് കൊണ്ട് നമുക്കിതേപോലത്തെ മാക്രോ, ഇതിൽ വലിയ മാക്രോ ഒന്നും എനിക്ക് തോന്നണില്ല. എന്തിനാണെങ്കിലും ഇതേപോലത്തെ മാക്രോ വീഡിയോസും നിങ്ങൾക്ക് ഈ ഫോൺ വെച്ചെടുക്കാം കേട്ടോ. ബട്ട് pretty cool. ഇവിടെ വരുമ്പോഴും നമുക്ക് 4K 30 FPSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അൾട്രാ വൈഡിൽ ഐ ഡോണ്ട് നോ എന്തോ പിക്സലിൻ്റെ എന്തൊരു പരിപാടിയിലാണ്, എനിക്കറിയത്തില്ല. എന്താണ് 8 മെഗാ പിക്സലിൻ്റെ ഈ സെൻസർ വെച്ച് നിങ്ങൾക്ക് 4K 30 FPSൻ്റെ അൾട്രാ വൈഡ് വീഡിയോ ഇതേപോലെ എടുക്കാം. മേ ബി സം മെഗാ പിക്സൽ കൗണ്ട് ഇസ് ഹയർ, ഐ ഡോണ്ട് നോ. മേ ബി ഇത് സെൻസറിൻ്റെ പുതുമയായിരിക്കാം. യൂഷ്വലി 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസറിൽ 4K എടുക്കാൻ പറ്റാറില്ല. ബട്ട് ഈ ഫോണിൽ പറ്റും. അതിങ്ങനെയാണ് ഈ ഒരു ക്ലാരിറ്റി കിട്ടും. ബട്ട് ഇത് 50 മെഗാ പിക്സലിൻ്റെ OIS ഉള്ള സെൻസറാണ്. അത് വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദാറ്റ്സ് ആക്ച്വലി പ്രിറ്റി കൂൾ. ഇത് നമുക്ക് സൂമിൻ ചെയ്യാം 2x വരെ ഡിജിറ്റൽ സൂം. എന്നാലും അൾട്രാ വൈഡ് പക്ഷേ എന്നാൽ പോലും വീഡിയോ സപ്പോർട്ട് ഉണ്ട്. 1x 2x അത്യാവശ്യം സ്മൂത്താണ്. ബട്ട് 8 മെഗാ പിക്സൽ വെച്ചിട്ട് 4K വീഡിയോ റെക്കോർഡിങ് നൈസ്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്യാമറ അസിസ്റ്റ് അല്ലെങ്കിൽ എന്തോന്ന് ഫ്രെയിം അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ പോയിട്ട് ഈ സാധനം കണ്ട് ഇത് നെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫ്രെയിം ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് മാറി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നൈസ്. ഓട്ടോ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ പരിപാടിയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫ്രെയിം ചെയ്യും. ഇതിൻ്റെ അകത്ത് 4K അൾട്രാ വൈഡൊക്കെ വെച്ച് എടുക്കാമെങ്കിൽ പോലും കുറച്ചും കൂടെ വീഡിയോയുടെ കേസിൽ എനിക്ക് സാംസങ്ങിൻ്റെ ഈ ഫോണാണ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് നിപ്പിന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് ഫ്രണ്ട് ക്യാമറയിലോട്ടും ബാക്ക് ക്യാമറയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാവുന്ന പരിപാടിയൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് സാംസങ്ങിൽ ഫീൽ. സോ വീഡിയോ കേപ്പബിലിറ്റിയിൽ ഈ ഫോണ് കുറച്ച് ബെറ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വെൻ ഇറ്റ് കമ്പയർ ടു ദിസ് ഫോൺ. ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ വെടിയും പോകുകയൊന്നും ഇവിടെ ആരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും 20,000 നിങ്ങൾക്കൊരു ഐഫോൺ ലെവലോ അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ S25 ലെവലോ S26 ലെവലോ അല്ലെങ്കിൽ ഒരു മോട്ടോറോളയുടെ എഡ്ജ് 70 പെർഫോം ചെയ്യുന്നത് പോലെയൊന്നും നമുക്ക് ഒരിക്കലും 20,000 താഴത്തെ ഒരു ഫോണും വരില്ല. നിങ്ങൾ ഈ വന്നിട്ട് ബെസ്റ്റ് ഫോൺ അണ്ടർ 20,000 എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ആ കാഴ്ചപ്പാടിൽ അവിടെ ഒന്നുമില്ല ബെസ്റ്റായിട്ട്. ആകെപ്പാടെ തമ്മിൽ ഭേദം അത്യാവശ്യം ബെറ്ററായിട്ട് തോന്നിയ 2 ഫോണുകളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എനിക്ക് ഇതും പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ 2 ഫോൺ ഇത് 2 എണ്ണമാണ്. ബാക്കിയുള്ള കൊണയുണ്ടോ മറ്റേ റെഡ്മി 15, റിയൽമി 15X, റെഡ്മി 15, ഓപ്പോ എന്തൊക്കെയോ നമ്പർ, പിന്നെ മറ്റേ A17, ഇതിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇത് രണ്ടുമാണ് ബെറ്റർ. ഓൺലൈൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ ഫോണുണ്ട്, ടെക്കനോര ഫോണുണ്ട്, നിങ്ങൾക്ക് മറ്റേ K13 ഉണ്ട്. K13 മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. അതൊക്കെ ഉള്ളൂ, വേറെ ഫോണില്ലടി. ഇനി അങ്ങോട്ട് വളരെ മോശമാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സാംസങ്ങിൻ്റെ M47 എന്ന് പറഞ്ഞ ഫോൺ അവന്മാർ മാർക്കറ്റ് ചെയ്തത് 23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് UFS സ്റ്റോറേജ് 3.1 മറ്റേ മറിച്ചത് LPDDR5X RAM എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ 10 ദിവസം കൊണ്ട് അവന്മാർ അതിനെ 32,000 രൂപയാക്കി. 32,000 രൂപ. 128 GB 6 GB 128-ന് 32,000 രൂപ. 23,000-ന് ഇറക്കിയ ഫോണിന്. ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ചാനലിൽ പറഞ്ഞത് ഇതേപോലത്തെ ഫോണുകളൊക്കെ ഞാൻ പറയേ വന്ന് നിന്നിപ്പോൾ ഈ ലെവലായി. ബിക്കോസ് ഓഫ്ലൈൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതൊക്കെയാണ് അവർ വെച്ച് കിട്ടണത്. ഞാൻ പറയും ആ ഒരു കാഴ്ചപ്പാടിൽ അത്യാവശ്യം ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. അല്ലാത്ത വശം കുറച്ചും കൂടെ ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വീഡിയോ കോൾ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അത്യാവശ്യം ഒരു ഫോൺ ഡീസൻറ്റ് ഫോൺ വേണമെന്നുള്ളവർക്ക് ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇത് കുറച്ചും കൂടെ ഒരു പിള്ളർ സെറ്റ്, അത്യാവശ്യം ഗെയിം കളിക്കണം, കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് വേണം, കുറച്ച് ബെറ്റർ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഫോൺ എടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞാൽ 33 വാട്ടിൻ്റെ ഒരു ചാർജർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇതിൻ്റെ ചാർജറും ഇല്ല, തേങ്ങയില്ല, ഒരു വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ കേസിൻ്റെ അകത്ത് ഒരു കേസ് പെട്ടിയിലകത്തൊരു കേസും ഈ ഫോൺ തരുന്നുണ്ട്. അതും തരില്ല. സോ വാട്ട് ഐ എം ഗോണ സേ ഇസ് ദാറ്റ് ദിസ് ഫോൺ നിങ്ങൾ ഈ 2 ഫോണ് നിങ്ങൾ ഓഫ്ലൈൻ ചാറ്റൈം വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. രണ്ടും മോശമല്ല. പിന്നെ എച്ചിനോസിൻ്റെ ഗ്യാസ് അറിയാമല്ലേ, അതൊന്നും പറയാനില്ല. ഇത് ഞാൻ ഗെയിം കളിച്ചപ്പം വെറും ഒരു TDMൽ ഗെയിം കളിച്ചപ്പോൾ ഇത് ചൂടാവണമെങ്കിൽ അതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പ്രൈസ് റേഞ്ചിലൊന്നും ഒരു വേപ്പർ കൂളിംഗ് ചേമ്പറോ അങ്ങനെ ഒന്നും ആരും തരൂല. അതൊക്കെ ഒരു റിയാലിറ്റി തന്നെ. അവർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് വരെ ഭയാനകമായിട്ടുള്ളതായിരിക്കുമല്ലോ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം നിങ്ങളെ കയ്യിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ ഫോൺ കമ്പനിക്കാർ ഓരോ വർഷം പുതിയ ഫോൺ ഇറക്കുന്നത് ഞാന്മാർക്ക് വാങ്ങിക്കാൻ, നിങ്ങൾക്ക് മേടിക്കാനും നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കാനുമാണ്. ഈ പറയുന്ന ഗ്രീൻ ലൈൻ ആയിക്കോട്ടെ, മഞ്ഞ ലൈൻ ആയിക്കോട്ടെ, ഒരു ഫോൺ ഒരു 6 വർഷം വരെയൊക്കെ അവരത് ലൈഫ് തന്നു കഴിഞ്ഞാൽ അവന്മാർ കച്ചവടം ഇല്ലാതെ അവിടെ ഇരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പറയും, ഇപ്പോൾ ഇറക്കണ വേസ്റ്റുകളുണ്ടല്ലോ, ഈ LCD ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് 32,000-നും 30,000-നൊക്കെ ഇറക്കുന്ന ഈ വേസ്റ്റ് ഫോണുകളൊക്കെ ഇവന്മാർ എവിടെ കൊണ്ടിട്ട് വിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്പെക്കുകൾ നമുക്ക് തന്നിട്ട്, അതായത് നിങ്ങൾ OLED ഡിസ്പ്ലേ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 20,000-നും 25,000-നൊക്കെ OLED ഡിസ്പ്ലേ തന്നിട്ട് നിപ്പിൽ നിങ്ങൾ LCD തന്നു കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണ് വാങ്ങിക്കാൻ പോണത്? നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഈ ഡിസ്പ്ലേ പറ്റി പറയാതെ നിങ്ങൾക്കത് പറ്റിക്കാം. അല്ലാത്ത പക്ഷം ഒരു അറിവുള്ള ഒരിക്കലും ആ ഒരു ഡൗൺ ഗ്രേഡിലോട്ട് പോകത്തില്ല. നിങ്ങൾ ഈ മേടിച്ച് വെച്ചേക്കണ LCD ഡിസ്പ്ലേ ഒക്കെ വെച്ച് ഇറക്കി വെച്ചേക്കണ ആ ചവറൊക്കെ നിങ്ങൾ കഷ്ടമുള്ളവർക്ക് തലയെ വെച്ച് കൊടുക്കുമെന്ന് എനിക്കറിയാം.
അത് ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് അത് മാറ്റി ഓഫ്ലൈനിലോട്ട് തട്ടിയിട്ട് കുറേ വരെ കൊണ്ട് അത് വിൽപ്പിക്കും. ഞാൻ പറയുന്നത് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം. എനിക്ക് 20,000-ന് ഈ 2 ഫോണുകളും ബെറ്ററായിട്ട് തോന്നി. F36-ഉം മോട്ടോറോളയുടെ G86-ഉം. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് പേര് ഈ ഫോണിനെ പറ്റി പറയുന്നുണ്ട്. ചിലവരൊക്കെ ഹീറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ ഹീറ്റിങ്ങിന് ഒരുപാട് നേരം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഗെയിമും ഒക്കെ കളിച്ച് വയ്ക്കും. ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ ചൂടാവുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ വേപ്പർ കൂളിംഗ് ചേമ്പർ ഇൻസൈഡ് ദിസ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഇതിനും നിങ്ങൾ കംപ്ലൈൻറ്റും ഇതും സ്റ്റക്കാവും. UFS സ്റ്റോറേജ് 2.2 ആണ്, സ്റ്റക്കാവും. നിങ്ങൾ 128 GB ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ഫില്ലാക്കി വെച്ചാൽ ഫോൺ സ്റ്റക്കാവും. അതാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതും മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ മറ്റേ ഹൈ പെർഫോമൻസ് വേണമെന്നുള്ളൊരു ചിന്ത നിങ്ങളതൊന്ന് ആദ്യം മാറ്റുക. ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഫോൺ ചെയ്യാം, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അത്യാവശ്യം റീല് കാണാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന ഫോണുകളാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചും അത് തന്നെയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന പ്രൈസ് റേഞ്ചും 20,000 to 30,000 പ്രൈസ് റേഞ്ചാണ്. പക്ഷേ ഇപ്പം റിയാലിറ്റിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നല്ല ഫോണുകൾ ഇല്ല. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് അവസാനമായി ഇവിടെ പറയാനുള്ളത്. ഈ 2 ഫോണുകളും 20,000-ന് താഴെ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഇതിൻ്റെയൊക്കെ വില കൂട്ടുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കൂട്ടാം. അതുകൊണ്ട് കൂടുന്നതിന് മുന്നേ എല്ലാവരും പോയി ഫോണുകൾ മേടിക്കുക. എൻ്റെ മനസ്സിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ദീസ് 2 ഫോൺസ് ഫീൽസ് ബെറ്റർ വെൻ ഇറ്റ് കംസ് ടു 20,000, അണ്ടർ 20,000. ബാക്കിയുള്ള നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഈ 2 ഫോണുകൾ യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ വിലയേറിയ റിവ്യൂ താഴെ പറയുക. സത്യസന്ധമായിട്ടുള്ള, വെറുതെ വന്നിട്ട് മറ്റേ ചൂടാവുന്നു മറ്റേത് അതൊന്നുമല്ല. ഇത് ചൂടാവും, ഇത് ലാഗാവും, അത് റിയാലിറ്റിയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റോ ഈ സാംസങ്ങിൻ്റെ എക്സിനോസിൻ്റെ ലേറ്റസ്റ്റ് ചിപ്സെറ്റോ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് സം കൈൻഡ് ഓഫ് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ആ ഒരു കൊച്ചു ചോദിച്ചു, അത് ആ ഒരു ചോദ്യത്തിലാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം വന്നത്. അതായത് ഒരുപാട് പേര് ഓഫ്ലൈൻ മാർക്കറ്റിൽ പോകുമ്പം ഈ ഫോണുകളുടെ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ ഐ തോട്ട് ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. എന്താണെങ്കിലും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. വന്നിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യട്ടെ. പഴയ പോലെയൊന്നുമല്ല, ലൈക്കും ഇല്ല ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കയറ്റി വിടാനില്ല. ഒന്ന് വരുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോ 10 വരെ റീച്ച് കയറും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ കേട്ടോ. ശരി. ഇന്ന് ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ സാധനത്തിനെ പ്രൊമോട്ടൊന്നും ചെയ്യണമല്ല. ഈ പ്രൈസ് റേഞ്ചിൽ തമ്മിൽ ഭേദം എന്നുള്ള സീനിലാണ് ഞാൻ ഈ വന്നത്. അതായത് അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഫോണിൽ ബെറ്റർ എന്നുള്ള. ഇതെന്ന് പറഞ്ഞാൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് ഇരിക്കുന്നത് ഒന്ന്. സാംസങ്ങിൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സാംസങ്ങിന് വേറൊരു സാധനമുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആഡ്സ് ഇങ്ങനെ മറ്റേ ഫ്രണ്ട് സ്ക്രീനിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് കളയാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് ഗ്രീൻ ലൈൻ വരാം, മറ്റേ ലൈൻ വരാം, മറിച്ച ലൈൻ വരാം, അടിച്ച് പോവാം, ഇതൊക്കെ വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. ദിസ് ഈസ് നോട്ട്, ഞാൻ ഇതൊരു സാധാ ഒരു ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ജിമിട്ടൻ ഫോണാണെന്നൊന്നും ഇവിടെ ആരും പറയണില്ല. അതും പ്രതീക്ഷിച്ച് ഇവിടെ ആരും ഇരിക്കുകയും വേണ്ട. ഇതൊരു ഗംഭീര ഫോണൊന്നുമല്ല. ഇത് അത്യാവശ്യം ആ പ്രൈസ് റേഞ്ചിൽ കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഇതിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാം, സർവീസ് സെൻറ്റേഴ്സ് ചിലപ്പോൾ കാണൂല. സർവീസ് സെൻറ്റർ വരും പോവും, അതിൻ്റെ തോന്നിയാസമാണ്. പിന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടുള്ളൂ. ഈ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആഫ്റ്റർ സർവീസാണ്. മോട്ടോറോളർ സർവീസ് മോട്ടോറോള ഒന്ന് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യം നടന്നു പോകും. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ ഈ തുറക്കണ സമയത്ത് തന്നെ നമ്മളെ ഫ്രണ്ടിൽ വെട്ടി ഇങ്ങനെ ആഡ്സ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴെ പോവുക, സെറ്റിങ്സിൽ പോവുക, വാൾപേപ്പർ ആൻഡ് സ്റ്റൈല്, ചേഞ്ച് വാൾപേപ്പർ, സ്ലോ എന്നിട്ട് താണ്ട് ഇവിടെ വരുമ്പോൾ വാൾപേപ്പർ സർവീസ് ഇത് ഓഫ് ചെയ്തിടുക. ഒന്ന് ഇതിൽ ഡൈനാമിക് ലോക്ക് സ്ക്രീൻ, ഗ്ലാൻസ് ഓൺ സൗണ്ട് ഇത് മാറ്റിയിട്ട് നോൺ ഇടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണക്ഷൻസ്, മോർ സെറ്റിങ്സ്, പ്രൈവറ്റ് DNS
ഇതങ്ങ് ഇടുക. ഓക്കെ, ഇതിത്രയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഈ ഫോണിൽ കിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയാണ്, ഈ ഫോണ് 5 രൂപയ്ക്ക് വിശ്വസിക്കരുത്. സാംസങ്ങിൻ്റെ വില കൂടിയതിന് തന്നെ വയ്യ, അപ്പോഴാണ് വില കുറഞ്ഞത്. പച്ചവെള്ളത്തിൽ വിശ്വസിക്കരുത്. അതൊന്ന് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഈ അണ്ണൻ്റെത് ഫോൺ നല്ലതാണ്, സർവീസ് ഓക്കെ പറഞ്ഞേ.